ആഴ്ചവട്ടത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും നല്ല വാർത്തകൾ കണ്ടും കേട്ടും ഉണരണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപകട വാർത്തകളാണ്. പുതുവർഷം ആരംഭിച്ചത് മുതൽ നിരവധി വാഹന അപകടങ്ങളാണ് വാർത്തകളിൽ നിറയുന്നത്. അകാലത്തിൽ നിരത്തുകളിൽ ജീവൻ പൊലിയുന്നവരിൽ ഏറെയും യുവാക്കളും. വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ അശ്രദ്ധ മുതൽ റോഡ് പണിയിലെ അശാസ്ത്രീയതയും വാഹനപ്പെരുപ്പവും അപകടങ്ങൾക്ക് കാരണങ്ങളാണ്. അതേസമയം സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കൂടുമ്പോഴും മരണനിരക്കിൽ കുറവ് എന്നാണ് റിപ്പോർട്ടുകൾ. 2023 സംസ്ഥാനത്ത് 48,091 അപകടങ്ങളിൽ 4,080 പേർ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ 2024 എത്തുമ്പോൾ 48,836 അപകടങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ എണ്ണം 3,714 ആയി. AI ക്യാമറകളും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പ്രവർത്തനവും മരണനിരക്ക് കുറയ്ക്കാൻ സഹായമായി എന്നാണ് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും വിലയിരുത്തൽ. 2016 മുതലുള്ള കണക്കുകൾ കോവിഡ് കാലത്തൊഴികെ ശരാശരി 4,300 പേർ വരെ ഒരു വർഷം റോഡ് അപകടങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു എന്നായിരുന്നു. 20 മുതൽ 30% അപകടങ്ങൾ രാത്രിയിൽ നടക്കുന്നുവെങ്കിലും കൊല്ലപ്പെടുന്നവരുടെ 50%-ലധികവും ഈ സമയത്താണ്. സംസ്ഥാനത്തെ റോഡ് ശൃംഖലയുടെ 20%-ൽ താഴെയുള്ള PWD റോഡുകളിലാണ് മൊത്തം ഗതാഗതത്തിന്റെ 75% നടക്കുന്നത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് സേഫ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2023 ജൂൺ 1 മുതലാണ് AI ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കിയത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വാഹന അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തുന്നവർക്ക് 48 മണിക്കൂർ സൗജന്യ ചികിത്സ നൽകുമെന്ന സർക്കാർ വാഗ്ദാനം ഇനിയും നടപ്പായിട്ടില്ല. ഇക്കാര്യം ഇപ്പോഴും സർക്കാരിന്റെ പരിശോധനയിലാണ് എന്നാണ് മറുപടി. സമഗ്ര ട്രോമ കെയർ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ പണം ഈടാക്കാതെ ചികിത്സ നൽകുമെന്ന് 2017 നവംബറിലാണ് പ്രഖ്യാപിച്ചത്. കൊല്ലത്ത് വാഹന അപകടത്തിൽപ്പെട്ട തമിഴ്നാട് സ്വദേശി മുരുകൻ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തെ തുടർന്നായിരുന്നു ഇത്. ഇൻഷുറൻസ് കമ്പനികളുമായി സഹകരിച്ചാണ് സൗജന്യ ചികിത്സ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇതിനായിട്ട് മുഖ്യമന്ത്രി വിവിധ കമ്പനികളുമായി ചർച്ച നടത്തിയിരുന്നു. അപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകാനുള്ള പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇക്കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ് എന്നാണ് കഴിഞ്ഞ മാസം നിയമസഭയിൽ ആരോഗ്യമന്ത്രി മറുപടി നൽകിയത്. നിലവിൽ ത്രിതല ചികിത്സാ സംവിധാനം സർക്കാർ ആശുപത്രികളിലും സർക്കാർ മെഡിക്കൽ കോളേജുകളെയും മാത്രം ബന്ധിപ്പിച്ചാണ് നടപ്പാക്കുന്നത്. ഗുരുതര പരിക്കുകളോടെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നവരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് പതിവ്. സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ലഭ്യമാകാൻ ഒരു നടപടിയുമില്ല. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കുന്ന വിദഗ്ധ ചികിത്സ നിർണായകമാണ്. കൃത്യസമയത്ത് പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ രാജ്യത്ത് റോഡ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 50% പേരെയും രക്ഷിക്കാമായിരുന്നു എന്ന് ഇന്ത്യൻ നിയമ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിയമങ്ങളും പദ്ധതികളും ധാരാളം ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും എല്ലാം പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം ആംബുലൻസും ലോറിയുമായി കൂട്ടിയിടിച്ച് രോഗിയും ഭാര്യയും മരിച്ച സംഭവവും ചൂണ്ടിക്കാട്ടുന്നത്. അപകടങ്ങളില്ലാത്ത, ഉറ്റവരെ നഷ്ടപ്പെടാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം. അല്ലാതെ എന്തു ചെയ്യാനാണല്ലേ? You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.